ഗൗരവതരമായിട്ടുള്ള വളരെ ഭീഷണമായിട്ടുള്ള ഒരു ദുരന്തത്തെ നേരിടാൻ ജനങ്ങളും സർക്കാരും ഒരുമിച്ച് നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ സായുധ സേനകൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് മുരളിജി, ഇപ്പോൾ സംഭവം 4 ദിവസമാണ്. എത്രത്തോളം പേര് ഇതിൽ ആൾക്കാർ ഉണ്ടെന്നും അറിയാൻ പറ്റുന്നില്ല. സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഈ വയനാട്ടിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 200ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതായിട്ട് സ്ഥിരീകരിക്കുകയും ഏതാണ്ട് അത്ര തന്നെയോ അതിലേറെയോ ആളുകളെ കുറിച്ച് ഇതുവരെ വിവരമില്ലാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വളരെ ഗൗരവതരമായിട്ടുള്ള വളരെ ഭീഷണമായിട്ടുള്ള ഒരു ദുരന്തത്തെ നേരിടാൻ ജനങ്ങളും സർക്കാരും ഒരുമിച്ച് നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ സായുധ സേനകൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇതിൻ്റെ ഫലമായിട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നമ്മുടെ രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കയിൽ ഒരു കുടുംബം, തകർന്ന വീട്ടിനുള്ളിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തെ കണ്ടുകിട്ടി എന്നുള്ളൊരു വാർത്ത കേൾക്കാനിടയായി. അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിൽ നടത്താൻ ഈ നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്. രാജ്യസഭയിൽ അമിത്ഷാജി എല്ലാ രേഖകളും, കൃത്യമായിട്ടുള്ള രേഖകൾ, ഇതൊന്നും തന്നെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നിഷേധിക്കാവുന്നതോ പറയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. രേഖകൾ ലഭ്യമാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ 18-ാം തീയതിയും 25-ാം തീയതിയും നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ, ആ രേഖകൾ കാലാവസ്ഥാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധന്മാർ നൽകിയിട്ടുള്ള രേഖകളുണ്ട്. മാത്രമല്ല, അമിത്ഷാജി പാർലമെൻറ്റിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു ആരോപണമായിട്ട് ഉന്നയിച്ചതല്ല. കാരണം പാർലമെൻറ്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ അപര്യാപ്തത ചൂണ്ടിക്കാണിച്ചപ്പോൾ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഫലപ്രദമായിട്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. ലോകത്തിൽ 4 രാജ്യങ്ങളിൽ മാത്രമേ ഒരാഴ്ച മുൻപ് വിവരം കിട്ടാനുള്ള സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുള്ളൂ. അതിലൊന്ന് ഇന്ത്യയാണ്. അതിൽ 18-ാം തീയതിയും 25-ാം തീയതിയും നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളുടെ വിവരങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്.